കണ്ട ഉറുമ്പിന്റെ അവസാനിച്ചു. കുഞ്ഞു ഇങ്ങോട്ടോ, ഇതാണ് വഴി. എനിക്കിവിടെ പൈസയൊന്നുമില്ല ആശുപത്രി കൊടുക്കാൻ. ഇവിടെ വാ. പാമ്പ് ജീവനോടെ ഉണ്ടോ? ഹലോ, അപ്പൊ എല്ലാവർക്കും രാധൂസ് ട്രിവോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. ഇപ്പൊ ഒരു 3 മണിയായിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് തോർന്ന് നിൽക്കണേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും, അച്ഛൻ ഇന്ന് മഴയായതുകൊണ്ട് തന്നെ ജോലിക്ക് പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വിചാരിച്ചു വെളയിലോട്ടൊന്ന് ഇറങ്ങിയാലോ എന്ന്. അവരെന്നെ ഇട്ടിട്ട് പോയി. ഇപ്പൊ ഞാൻ മാത്രം നടന്ന് എങ്ങോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ എടുത്തങ്ങ് പോവാലോ എന്ന് പറഞ്ഞാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം അച്ഛനും അമ്മയൊക്കെ ആഴ്ചയിലെന്നൊക്കെ പോയി നോക്കാറുണ്ട് വിളയൊക്കെ. പക്ഷെ ഇത് മരമൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ മരം വെട്ടാനൊക്കെ അങ്ങനെ പോകും. പക്ഷെ ഞങ്ങൾ 4 പേരും ഒക്കെ ആയിട്ട് ഒരുപാട് നാളായി അങ്ങനെ വിളയിലൊക്കെ പോയിട്ട്. ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടെയാണ് ഞാൻ 8ാം ക്ലാസ് വരെ താമസിച്ചിരുന്നത്. ഇപ്പൊ അങ്ങനെ അധികം അവിടെ താമസമൊന്നുമില്ല. പിന്നെയാണ് ഞങ്ങൾ ഇവിടെ സ്ഥലം വാങ്ങിച്ച് വീടൊക്കെ വെച്ച് ഇപ്പൊ ഇവിടെ ആയത്. ഇതാണ് ഞങ്ങളുടെ വീട്. ഞാൻ കളിച്ചു വളർന്ന വീട് ഇതാണ്. അപ്പം അവരങ്ങ് അപ്പുറത്തെ സൈഡാണ് നിൽക്കണം. ഇനി എനിക്ക് അപ്പുറത്തെ സൈഡ് പോകണം. അപ്പം വീണ്ടും ഞാൻ നടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മഴ പെയ്തത്. പിന്നെ ഇവിടെ വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഒരു നെല്ലി മരമുണ്ട്. എൻ്റെ അനിയത്തി ഒരു മാസമായിട്ട് എന്താ പറയുക, ഇത് വന്ന സമയം തൊട്ടേ അച്ഛൻ നെല്ലിക്ക കാച്ചു, നമുക്ക് പോയി പറിക്കാം, ബായോ എന്ന് അങ്ങനെ അതിന് വന്നതാണ്. അങ്ങനെയാണ് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി ഞാനും ഇങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ മഴ തുടങ്ങി. അപ്പോഴത്തേക്ക് അനിയത്തി കുട പിടിച്ചിരിക്കണുണ്ട്. പിന്നെ ഞാൻ അവളെ കയ്യിൽ നിന്ന് കൈവശം വാങ്ങി ഞാൻ ഇപ്പോൾ നിൽക്കുവാണ്. പിന്നെ അവർ 3 പേരും നെല്ലിക്ക പറിക്കണേൻ്റെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാരിയൊക്കെ വിരിച്ച് തറയിലൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയേ. അപ്പോൾ സാരിയിലോട്ട് വീഴുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അച്ഛൻ അവളുടെ എന്താ പറയുക, കുറേ ദിവസം കൊണ്ട് പറയണം. അപ്പോൾ അച്ഛനും എന്നും വീട്ടിലൊന്നും നിൽക്കാൻ പറ്റൂല. അച്ഛൻ രാവിലെ പോയി മരം വെട്ടിയിട്ട് അച്ഛൻ പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പം അച്ഛൻ അങ്ങനെ സമയമൊന്നും കിട്ടൂലല്ലോ നെല്ലിക്ക പറിക്കാൻ. അപ്പം ഇന്ന് സമയം കിട്ടിയതുകൊണ്ടാണ് ഇന്ന് പറിച്ചിപ്പോൾ മഴയായാലും നോക്കാണ്ട് അവൾക്ക് പറിച്ചു കൊടുത്തത്. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കൊച്ചിലെ തൊട്ട് ഞങ്ങൾ ഈ നെല്ലിക്ക എന്താ പറയുക, ഒന്നാമത് ഇത് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ നെല്ലിമരം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിലെ തൊട്ട് ഇവിടെ എന്താ പറയുക, ഞങ്ങൾ ഈ നെല്ലിക്ക കഴിച്ച് തന്നെയാണ് വളർത്ത്. ഞാൻ കൊച്ചിലെ തൊട്ട് കഴിക്കുമായിരുന്നു കഴിച്ച്. പിന്നെ ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയോ? ചീമ നെല്ലി എന്നാണ് പറയണേ. നമ്മളെ സാധാ നെല്ലിക്കയല്ല, ഇത് നെല്ലിക്കയുടെ വേറൊരു ഐറ്റമാണ്. ഇതാണ് നെല്ലിക്ക. അപ്പോൾ ഈ സംഭവത്തിന് വേണ്ടിയാണ് ഞാനും അനിയത്തിയും കൂടെ ഈ ഞാനൊക്കെ നടന്ന് ഈ കഷ്ടപ്പെട്ടിങ് വന്നത്. ഇതാണ് ബാക്ക് സൈഡ് ഞങ്ങളുടെ വീടിൻ്റെ. അച്ഛൻ കഷ്ടപ്പെട്ട് പറിക്കുന്നുണ്ടായിരുന്നു. ഇത് അമ്മയ്ക്ക് ഒരെണ്ണം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു കൊണ്ട ഒടിഞ്ഞു പോയി. അപ്പം അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഞങ്ങൾ നെല്ലിക്കയൊക്കെ പറിച്ചു. അപ്പോഴത്തേക്കും നമ്മൾ കുരുമുളകും കുറച്ച് കാന്താരി മുളകും പറിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. എൻ്റെ അനിയത്തിയും അമ്മയും അച്ഛനും ഒക്കെ നല്ല രീതിയിൽ നനഞ്ഞു. എനിക്ക് പിന്നെ കുടയിൽ ഞാൻ നിന്ന് അധികം നനഞ്ഞില്ല. എങ്കിലും തലയിൽ വെള്ളമൊക്കെ വീഴുന്നുണ്ടായിരുന്നു കുറേ നേരം. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള തൊണ്ടയൊക്കെ അടഞ്ഞു. നല്ല രീതിയിൽ തൊണ്ട അടഞ്ഞു. ഇപ്പോൾ സൗണ്ടൊക്കെ പോയി. നല്ല രീതിയിൽ സംസാരിക്കാനൊന്നും പറ്റണില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ അമ്മയും അച്ഛനും അനിയത്തിയും അവർ ആ വണ്ടിയിലാണ് വന്നത്. കാരണം ഞാൻ നടന്നല്ലേ വന്നത്. അതുകൊണ്ട് തന്നെ ഇനി അതിൽ എന്നെ കയറ്റാനുള്ള സ്ഥലമൊന്നും ഇല്ല. ഇവിടെ അനിയത്തി എൻ്റെ അടുത്തിരിപ്പുണ്ട് കേട്ടോ, ഞാൻ റെക്കോർഡ് ചെയ്യണ സമയത്ത്. അവൾ അതൊക്കെ കേട്ട് ചിരിച്ചോണ്ടിരിക്കണേണ് നിങ്ങൾ ഇപ്പൊ കേട്ട സൗണ്ട്. നീ ഒരു ഹായ് പറയേ. ഹലോ ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് നടപ്പ് തന്നെ ഇനി ഇതുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇതാ നടന്നു തുടങ്ങി. ഞാൻ ഞാൻ ഇനി ആ വണ്ടിയിൽ എന്ത് കേറാനാ, അത് മൊത്തത്തിൽ ഫുൾ ഇടയിലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് കേറ്റായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും രാധശ്രീ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ അന്ന് പോയതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ വേറൊരു ഭാഗത്താണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ വന്നാലും ഇവിടെയൊക്കെ വരാറുണ്ട്. അവർക്ക് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവർക്കൊരു നൊസ്റ്റ് ഒക്കെ അടിക്കുന്ന ഒരു പ്ലേസും കൂടെയാണ്. അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ വെള്ളം വന്നിട്ട് നമ്മൾ അന്ന് കണ്ടില്ലേ വെള്ളച്ചാട്ടം, അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും.
അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് എന്തുമാത്രം അത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പം വീട്ടിലേക്ക് പോവാം. അപ്പം എല്ലാവർക്കും ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയത്തി സ്കൂളിൽ പോയിട്ട് അവൾക്ക് ഉച്ച വരെ ഉള്ളതായിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അവൾ വരാൻ ഭയങ്കര മടിയായിരുന്നു, പിന്നെ അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നത്. ഇത്രയും നേരവും നല്ല മഴയുണ്ടായിരുന്നു. മഴയൊന്ന് തോർന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ അനിയത്തിനെയൊക്കെ വിളിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് എന്തോ ഗൈസ് അവളുണ്ടെങ്കിലേ ഒരു രസമുള്ളൂ. അവളുമായിട്ട് പോകാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, കാരണം അവൾ ഭയങ്കര ക്യൂട്ടാണ്. അങ്ങനെ പിന്നെതാ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. മരങ്ങളുടെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടെടുത്തതാണ്. ഇതാ എന്നത്തെയും പോലെ അവളിതാ അങ്ങ് ഏറ്റവും ഫ്രണ്ടിൽ പോയി നമ്മളെയും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. എന്തിനാണ് ഇങ്ങനെ നിൽക്കണേന്ന് അറിഞ്ഞൂടെ, നമ്മളെ കൂടെ വന്നാൽ പോരെ. കണ്ടില്ലേ കൈശ, ഇവിടെ നിറയെ മരങ്ങളുണ്ട്. മരങ്ങൾ നല്ല ഭംഗിയല്ലേ കൈശ കാണാൻ, എല്ലാം അടുക്കി അടുക്കി വെച്ചിരിക്കണ പോലെ. ഇതൊക്കെ തന്നെ കൈശ, ഇത്രയൊക്കെ തന്നെ. നമ്മളിതാ വലിയ പാറ കാണാൻ പോവാണ്. വലിയ പാറ. പണ്ട് ഇവിടെ പാറയൊക്കെ പൊട്ടിക്കുമായിരുന്നു ഗൈസ്. പണ്ടൊക്കെ ഇവിടുന്ന് പാറയൊക്കെ പൊട്ടിച്ചെടുത്തോണ്ട് പോവുമായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇവിടെ റേസിങ്ങിന്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വണ്ടിയിൽ ഓഫ് റോഡ് പഠിപ്പിക്കാൻ അതിന്റെ ഒരു റോഡൊക്കെ ചെയ്യൂലേ, അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് വണ്ടികളൊക്കെ വന്ന് ഇവിടെ കൂടി എന്താ പറയാ എല്ലാ ടൈപ്പ് ബൈക്കുകളും ഇവിടെ ഓഫ് റോഡിന് വരുമായിരുന്നു. പിന്നെ എന്തോ കാരണത്തിൽ ഇവർ നിർത്തി, ഓഫ് റോഡ് നിർത്തി ഗൈസ്. അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ഇവിടെ എല്ലാ ടൈപ്പ് ബൈക്കുകളും വരുമായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നമുക്ക് ഓരോ ടൈപ്പ്, എനിക്ക് ബൈക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പം നമ്മൾ കാണാത്ത ടൈപ്പ് ബൈക്കുകളൊക്കെ ഇവിടെ വന്ന് ഓഫ് റോഡിന് വരുമായിരുന്നു. നല്ല രസമായിരുന്നു ആ ടൈമിലൊക്കെ. ഒരുപാട് വണ്ടികളൊക്കെ വരുമായിരുന്നു. ഇപ്പതാ മഴ ആയതുകൊണ്ടാണ് ഇവിടെ മൊത്തം വെള്ളമാണ് കണ്ടോ. വന്നിരുന്നില്ല. പേടിച്ചതിന്റെ ചേച്ചി അവിടെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഈ നെൽകൃഷിയൊക്കെ ഇട്ടിരിക്കില്ലേ, അതേപോലെ ഇങ്ങനെ പരന്ന് ഇങ്ങനെ പുല്ല് കിടപ്പുണ്ട്. എനിക്കെന്തോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോവാൻ. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കണ കണ്ടിട്ട് എന്നെ കളിയാക്കി കൊണ്ട് നിൽക്കുകയാണ് അവള്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനും. ഒരു നല്ലൊരു വൈബാണ്. കാരണം ഞങ്ങൾ അവിടെ പിന്നെ കളിയായിരുന്നു, ആര് പുല്ല് പറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പുല്ല് പറിച്ചെടുക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുല്ല് പറി മാറി അവസാനം ഏറായി. പിന്നെ ഞാൻ ഓടി, അവളോടി, ഞാൻ എറിഞ്ഞു, അവളെറിഞ്ഞു. അവിടെ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ കളിച്ചുകൊണ്ട് കിടന്നു. അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു നല്ലൊരു മെമ്മറീസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന് കളിച്ചു ഉയരെ. പിന്നെ ഇവിടെ നല്ല രീതിയിൽ എക്കോ കേൾക്കുമായിരുന്നു, അതുകൊണ്ട് നമ്മൾ അവിടെ കിടന്ന് വിളിയും കൂവലും ഒക്കെ. അവിടെ ആരോപിക്കുന്നത് നമുക്ക് ഓടിയാലോ, ഇവിടുന്ന് നമുക്ക് ഓടാമോ? ഇവിടെ ഒറ്റ അവിടെ ആരോ പുല്ല് പറിച്ചോണ്ടിരിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ആരെയും കണ്ടില്ല. ഈ ഈ ഇലയും ഒക്കെ അനങ്ങുന്നത് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു പോയായിരുന്നു, ഇതെന്താ സംഭവം, ഇനിയിപ്പോൾ എന്താ എന്നൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾ ഓടാമൊക്കെ വെച്ച്. അപ്പോഴത്തേക്ക് നോക്കിയപ്പം കുഞ്ഞു അവിടെ കിടന്ന് മുയൽ ചാടണ പോലെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഈ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതൊരു വലിയ പാറയായിരുന്നു. പിന്നെ ഈ പാറ പൊട്ടിക്കലൊക്കെ ആയിട്ട് ഈ ചെറുതായതാണ്. പക്ഷെ നല്ല രസമുണ്ട്. വലിയ പാറ നമ്മൾ അവിടെ നേരിട്ട് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമുക്ക് മുകളിലും പോകാൻ പറ്റും വേറെ വഴി കൂടി. ഇതൊരു വലിയ പാറ. നമ്മൾ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു കുഞ്ഞ് ഉറുമ്പ് പോലെയൊക്കെ തോന്നുള്ളൂ, അത്രയ്ക്ക് വലിയ പാറയാണ്. പിന്നെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നല്ല രസമാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. അപ്പോൾ ഞാൻ പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതെന്തോ 90s കിഡ്സിനൊക്കെ അറിയാവുന്നതാണ്. ഇതാ ഈ സാധനം കണ്ടോ, ഇത് നമ്മളെ വെള്ളമല്ല, കണ്ടോ, വെള്ളമല്ല. പിന്നെ കണ്ണിൽ തേക്കുമ്പം നല്ല ഫ്രഷ്നെസ് ആണ്. അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അമ്മ ഇങ്ങനെ സ്കൂളിലൊക്കെ പോണ വഴിക്ക് ഈ സാധനം കിട്ടും, അപ്പോൾ നമ്മളിങ്ങനെ കണ്ണിലിങ്ങനെ തേക്കുന്നത്. എനിക്ക് കണ്ണിൻ്റെ പുറത്താണ് അകത്താണ് നല്ല തണുപ്പ് ഇടാ. നമ്മൾ ഐസ് കട്ട കണ്ണിൽ വെക്കുന്ന ഒരു ഫീലാണ് കേട്ടോ.
രണ്ട് കണ്ണിന് പേടി, നല്ല തണുപ്പായിരുന്നു. എന്റെ കണ്ണിന്റെ കാഴ്ച പോയി. അപ്പൊ നിങ്ങൾ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയാ. അമ്മ ഇതിനെ കണ്ണിൽ തുള്ളിയെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അവിടെ എന്താണ് ഇതിന്റെ പേരെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്ത് പറയാ. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അതിന്റെ കുറച്ച് വീഡിയോസ് ആണ് ഇനി അങ്ങോട്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? അത് മൂടൽ മഞ്ഞാണ് ഗൈസ്, മൂടൽ മഞ്ഞ്. ചാടണം, ഞാൻ നമുക്കിനി ഇതുവഴി ഇതാ അവിടെ ചാടണം ഗൈസ്. ഇവിടെ കൂടിയാണ് പോവേണ്ടത്. ഇതൊക്കെയാണ് അങ്ങനെ പിന്നെ അവള് വീണ്ടും അവള് തിരിച്ച് നമ്മളടുത്ത് കയറി വരാതെ വീണ്ടും അവിടെ കൂടി കയറി ഓപ്പോസിറ്റ് പോയിട്ട് ഞാൻ എന്തായാലും ഇനി ഇതുവഴി വന്നിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടാണ് നിൽക്കണത്. പിന്നെ പാട്ടായി, ഒന്നും പറയണ്ട. പിന്നെ ഒരു 4-5 പ്രാവശ്യം ഇതേപോലെ നടന്നിട്ടാണ് ശരിയായത്. ഇത് ലാസ്റ്റത്തെ ചാൻസ് ആണ് അവളുടെ. അവസാനം കിട്ടിയിട്ട് നമ്മൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ പോയിട്ട് വരാം അമ്മ നില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ ഇട്ടിട്ട് വന്നതാണ് അവളവിടെ. അങ്ങനെ അവൾ ഇപ്പുറത്ത് വന്നു. അവള് വീണ്ടും നനഞ്ഞോണ്ട് വീണ്ടും പോയിട്ട് വരാന്ന് പറഞ്ഞ് പോകാൻ നിന്നപ്പോഴത്തേക്കും ഞാനും അമ്മയും അവളവിടെ കളഞ്ഞിട്ട് വന്നു. പിന്നെ അവള് ബേക്കേ വന്നായിരുന്നു. പിന്നെ ഞാനൊക്കെ പേടിച്ചാണ് പിന്നെ അങ്ങോട്ട് പോയത്. കാരണം നല്ല താന്ന് പോകുന്നുണ്ടായിരുന്നു. പുല്ലൊക്കെ നല്ല രീതിയിൽ വളർന്ന് എന്റെ കാലിന്റെ ഇങ്ങ് അറ്റം വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചവിട്ടുമ്പോ മെത്തയിലൊക്കെ ചവിട്ടുന്ന പോലെ ഇങ്ങനെ താന്ന് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പേടിച്ച് എനിക്കൊന്ന് നിൽക്കാൻ കൂടെ പറ്റാണ്ട് ഞാൻ ഓടി പോവുമായിരുന്നു. പിന്നെ അവള് നമ്മളെ ബേക്കേ നിന്ന് പോന്നു. ഞാൻ ഓടിയത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ കുഴിയോ പാമ്പോ ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവേ. മഴ ആയതുകൊണ്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മൊക്കാടി വീണ പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഒന്നുമില്ല. അങ്ങോട്ടും പറയാ പൈസ ഉണ്ടെങ്കിൽ ഞാൻ കേട്ടോണ്ട് പോകില്ല. കുഞ്ഞു ഇങ്ങോട്ടോ, ഇതാണ് വഴി. എനിക്കിവിടെ പൈസ ഒന്നുമില്ല ആശുപത്രി കൊടുക്കാൻ. ഇവിടെ വാ. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. പിന്നെ ചൊടക്ക് സമയത്ത് ഇവിടെ മൊത്തം ചൊടക്കാണ്. ഒരു ഡിസംബർ സമയത്തൊക്കെ ചൊടക്ക് ഇവിടെ ഫുൾ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ അതിനൊക്കെ ഇവിടെ വന്ന് പറിക്കാറൊക്കെ ഉണ്ടായിരുന്നു. മാവിലൊരു മാങ്ങയും കണ്ടില്ലെന്ന് പറയൂ. മാങ്ങയില്ല ഗൈസ്, ഞാൻ നോക്കി. എനിക്ക് ഇഷ്ടമല്ല. എന്തടി പാമ്പ് ജീവനോടെ ഉണ്ടോ? എനിക്ക് പിന്നെ പേടിയില്ലാത്തോണ്ട് എനിക്ക് കുഴപ്പമില്ല. അതെന്തോ പാമ്പോ എന്തോ മറ്റുമാണ്. അത് ജീവനൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാനും അമ്മയൊന്നും അടുത്തൊന്നും പോയില്ല. പക്ഷെ എന്റെ കുരുത്തം കേട്ട അനിയത്തി അടുത്തൊക്കെ പോയി നിന്ന് ചവിട്ടുന്നൊക്കെ കണ്ട് ഞാൻ അങ്ങോട്ടേ തിരിഞ്ഞില്ല. മക്കളൊഞ്ഞു പോരെ, എടി ഇങ്ങ് പോരെ, മക്കളിഞ്ഞ് പോരെ. അന്ന് റിലേറ്റീവ്സിനെയൊക്കെ കൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഞാനൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേ അതൊരു സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടാണ് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ
ഈ വീണ്ടും ഞാൻ ഇവിടെ ഒരു ദിവസം വരണം, അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു സൈഡ് കൂടെ കണ്ടിട്ട് ഞാൻ അങ്ങ് വീട്ടിൽ പോവായിരുന്നു. പിന്നെ വിചാരിച്ചത് വീണ്ടും ഒരു വീഡിയോ ഇടണമല്ലോ, ഇവിടെ വീണ്ടും വന്ന് വീണ്ടും ഒരു വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇന്ന് തന്നെ ഇങ്ങോട്ടും കൂടെ പോകുന്നു ഇത് കാണിച്ചു തരാൻ വേണ്ടി. ഇതാണ് പണ്ട് കാട്ടിലെ ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഈ നമ്മളുടെ പാറയിലൊക്കെ എന്താ പറയുക, അവർ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ വെട്ടി ഉണ്ടാക്കിയ ഒരല്. എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണത്. ഇത് പണ്ടു, ഇപ്പോഴൊന്നും അല്ല, പണ്ട് എന്താ പറയാ ഈ പാറയിലും വീടൊന്നും ഇല്ലല്ലോ, ആ ടൈമിൽ അവർക്ക് നല്ല രീതിയിൽ എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണിത്. ഇത് പണ്ടത്തെ ആദിവാസികളൊക്കെ താമസിച്ചിരുന്ന ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ പാറയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കാണാൻ പറ്റും. എന്ത് പറയാനാ, ഞാൻ കയറിയത് ഞാൻ എങ്ങനെയൊക്കെ കയറി, ഇറങ്ങാനാണ് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. കാരണം നല്ല ചറുക്കൽ മഴയായതുകൊണ്ട് തന്നെ പാറയിൽ പായലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു മാവിന്റെ ആ ഒരു കൊണ്ട പിടിച്ചൊക്കെയാണ് ഞങ്ങൾ 2 പേരല്ല 3 പേരും ഇറങ്ങിയത്. നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു ഇറങ്ങാൻ. എന്റെ ഈ വിഷമത്തിന്റെ കാരണം എന്റെ പൂ പോയി ഗൈസ്. കാണിച്ചു. അവളുടെ ചെരുപ്പിലെ മഞ്ഞപ്പൂ കാണാതായി ഗൈസ്. വെള്ളപ്പൂ. അതിന്റെ വിഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് അമ്മ ചെരുപ്പ് വാങ്ങി തരൂല. അപ്പൊ ഇന്നത്തെ വീഡിയോ വാങ്ങി തരും, ഈ വർഷം വാങ്ങി തരൂല. ഞാൻ എത്ര എണ്ണം കൊണ്ട് കളഞ്ഞെന്ന് എനിക്ക് പോലെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവള് നേരത്തെ അങ്ങ് നടന്നു പോയി. പിന്നെ പോണ വഴിക്ക് ഞാനൊരു സംഭവം കണ്ടു. നല്ല ഭംഗിയുണ്ടല്ലേ ഈ മുള, നിങ്ങൾ കണ്ടോ? ഇത് നല്ല ഭംഗിയല്ലേ, എനിക്കിഷ്ടായി. പോണമെങ്കിൽ ഇതാ ഇങ്ങനെയാണ് പോകാൻ പറ്റുള്ളൂ. വരും, നമുക്ക് പോവാം എന്തായാലും. മുളയാണ് ഗൈസ്, മുള. അമ്മച്ചി ഭാഗ്യത്തിന് വീണില്ല. നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞൂടെ, മൊത്തം പാറകളായിരുന്നു. അതുകൊണ്ട് ഞാൻ ചാടി ഇങ്ങ് വരെയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവിച്ചത്. അവർ രണ്ടുപേരും എന്നെ പറ്റിച്ചു, എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട്. എനിക്ക് ഇത്രയും വലിയ പണി എന്ത് കിട്ടാറുണ്ട്. മുളയെ പിടിച്ചതാണ് ഗൈസ്. അല്ലെങ്കിലും ഞാൻ ചോര കണ്ടിട്ട് ഇവിടുന്ന് പോവും. എടി നോക്കടി, എടി കുഞ്ഞു എന്നെ മൈൻഡ് ചെയ്യണില്ല ഗൈസ്. നോക്ക്, സന്തോഷായി. കൊള്ളാല്ല. ഇത് ഈ കുരുത്തക്കാടിന്റെ കേടാണെന്ന് പറയാൻ പോലെയാണിത്. പല്ല് കാണിക്കാൻ നല്ല നല്ല നീറ്റലുണ്ട് ഗൈസ്. ഇത് അറന്നുപോയി, നമ്മൾ പിച്ചാത്തിയിട്ട് ഗൈസ് ഒരു ഷോയ്ക്ക് കാണിക്കുന്നതാണ്. ഇല്ലതാ, ഇത് നല്ല രീതിയിൽ കൊണ്ടതാണ്. നമ്മൾ ഇത് നിർത്തിയിരിക്കുന്നു. എനിക്കിങ്ങനെ വരാൻ വയ്യ എൻ്റെ ഗൈസ്. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഏറ്റവും വിഷമം ഇതാണ്, എൻ്റെ ജീവനും കരളും പോയല്ലോ, എൻ്റെ ഉണ്ടോ നിങ്ങൾക്ക് ഇതുപോലെ? എനിക്ക് ഇങ്ങനത്തെ ചേച്ചിയില്ല ഏട്ടാ. ഇത് തമാശക്ക് പറയാനാണ്, സീരിയസ് ആക്കല്ലേ. തമാശക്കല്ല, ഇവിടെ എന്നും പറയാനാണിത്. അല്ല ഗൈസ്, ഇത് ഞാൻ ശല്യം കൊണ്ട് എവിടെയും കല്യാണം കഴിച്ച് വിടാൻ നോക്കുകയാണ്. കിട്ടും, വീണ്ടും കിട്ടും. അത് തന്നെ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു. ഈ ശരി ലൈക്ക് ചെയ്യണം. ബൈ ബൈ ബോഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ഒന്ന് അറിയിക്കുക. വിലപ്പെട്ടതല്ല, ഫണ്ണി ആയിട്ടുള്ള കമന്റ് ഒക്കെ ഇടുക. കാരണം ഞാൻ കണ്ട പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് പറഞ്ഞില്ലായിരുന്നു ഇത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുക. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്, എനിക്ക് ഇഷ്ടമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട ഉറുമ്പിന്റെ അവസാനിച്ചു. ഉറുമ്പ് കൊണ്ടാണ് ഗൈസ് അവസാനിച്ചത്. വൈൻഡ് അപ്പ്. അപ്പോ ശരി, എനിക്ക് വയ്യ. ഇനി ഇവിടെ കൂടുതൽ നേരം നിന്ന് എന്നെ എറമ്പ് കടിച്ച് കൊല്ലും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.